മാത്യു എന്നോട് കളിയിറക്കിയ നിനക്കറിയാല ബേബിയുടെ തോട്ടത്തില് ആന അങ്ങ് ഇറങ്ങും. നല്ല ഒന്നാന്തര ഒറ്റക്കൊമ്പൻ. ഇതേ പുൽപ്പാറയിലെ ജോയിയാ. ഒരുപാടങ്ങ് വിളയല്ലേ, വെച്ചിട്ട് പോടാ. നല്ല ചൂടിലാണല്ലോ. പിന്നെ അല്ലാതെ. അവനാ ബ്രോക്കർ മാത്യൂസ്. ഞാൻ ടോക്കൺ കൊടുക്കാൻ ഏൽപ്പിച്ച 10 ഏക്കറേ അവൻ ബേബിക്ക് കച്ചവടാക്കിന്ന്. പണി കൊടുക്കണ്ടേ? പിന്നെ റവന്യൂ മിനിസ്റ്റർ അവന്റെ ഏതോ മുള്ളിയപ്പത്തറച്ച ബന്ധത്തിലുള്ളെന്ന് പറഞ്ഞല്ല കുന്നായ്മയാ. ചേറ്റ ഞങ്ങളുടെ പാടത്തും പറമ്പിലും കുഴി വെട്ടിയും തടം കോരിയും തേങ്ങ വെട്ടിയും നടന്നവരാ ഈ ബേബിയും ബേബിയുടെ തന്തയും തന്തയുടെ തന്തയും. ജീപ്പിന്റെ വാടക വാടകയൊന്നും വേണ്ട രൂപേ. ഇതാ കുഞ്ഞനെ, നീ അന്ന് നാട്ടുകാരനും ബേബിയുടെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ ജനപ്രിയ എന്നൊക്കെ വെച്ച് കാച്ചിയില്ലേ, അതെനിക്കങ്ങ് ബോധിച്ച്. നീ മിടുക്കണടാ. വാടാ കേറിട്ട് പോ. അപ്പോ നല്ല വെടിയർച്ചയുണ്ട്. നമ്മുടെ പുഴയുടെ അവിടെ നിന്ന് കിട്ടിയതാ. നല്ല നാടൻ പന്നിയാ. വേണ്ട ചായ. ഓ ആ പിന്നെ ആ പ്രാഞ്ചി മീൻകുളം കോപ്പെന്നൊക്കെ പറഞ്ഞ് എന്റെ അതിരെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ അതിരയിലെങ്ങാനും തൊട്ടാ അവനെ തല്ലി കൊന്ന് ഞാൻ പുഴയെ താത്തും. അന്നേരം നീ നിന്റെ ക്ലബ്ബുകാരൻ ചോദിക്കാൻ വന്നേക്കരുത്. നീ അവനോടൊന്ന് പറഞ്ഞേക്ക്. ശരി, പറഞ്ഞോളാം. ആ ശരി. ഹലോ, പാട്ട് ഓഫ് ചെയ്യണം. ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ വന്നതാടി. ഇതെന്നാ ചീപ്പ് ഷോ ആടാ ഫ്രെഡി, ചുമ്മാ ഓവർ ആക്കല്ലേ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഒക്കെ ആവാട്ടോ. നീ ഒന്ന് അടങ്ങ്, നിന്നെ ഒന്ന് കാണട്ടടി. സണ്ണേ, ആളെ മനസ്സിലായ? ആ, ഇതാണ് ഞാൻ പറഞ്ഞ മുതല്, നമ്മുടെ ആൻസി കൊച്ചുന്നേ. ഫ്രെഡി നീ മാറി, എനിക്ക് പോയിട്ട് ഒരു പണിയുണ്ട്. വേറെ പണിയാ? നിനക്കപ്പോ വേറെ പണിയൊക്കെ ഉണ്ടോടി? പോടാ. പൊയ്ക്കോ, ഞാൻ വരുന്നുണ്ട് നിന്റെ കുടുംബത്തിലേക്ക്. എന്നാ വേഗം പോരും. ഡേവി ചയൻ റബ്ബറിന് കുഴി വെട്ടാൻ ആളെ നോക്കുന്നുണ്ട്. അല്ല, നിന്റെ അപ്പനും അപ്പന്റെ അപ്പനൊക്കെ അതായിരുന്നല്ലോ പണി. നിർത്തിക്കോ, ഇത് കൊറേ കേട്ടതാ പണ്ട് നിന്റെ പിഴച്ച വായിന്ന്. നീ ജീവിക്കത്തിലടി. നീ എന്റെ നേർച്ചക്കോഴിയാ. എന്നാടി നീ വീട്ടിൽ പോയേ? ഏത് മറ്റടത്തേക്കാടി? നീ ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. ഇവനാണ് ഞാൻ നോക്കിക്കോളാം. എന്താ പ്രശ്നം? കുടുംബത്തിൽ പോടാ. റെഡി വാ. വണ്ടി കയറടാ. എന്നതാടാ കേറി പോടാ. വേറെ ആൾക്കാരെ കൊണ്ട് പറയുകയാണ്. എന്നതാടാ ജോസേ, നീയും തുടങ്ങിയ കച്ചറ, അതും പൊതുവഴിയില്. ബേബിച്ചായ ഇപ്പൊ കുറേ ആയി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇവന്മാര്. ബേബിച്ചായനെ ഓർത്തിട്ട് മാത്രം ഞങ്ങളൊന്നും ചെയ്യാത്ത. പോട്ടെ ജോസേ, വിട്ടടാ. ഇനി ഫ്രെഡിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ വാക്ക് തരുന്നു. എന്നാ ജോസേല്ലേ? ഒന്ന് വീടുണ്ട് ആൻസി കൊച്ചേ. അപ്പൊ മോനെ പോലെയല്ല, സാറമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. വെരി ഗുഡ്. ഇവിടെ വന്നെ കണ്ണുവത്താനേ, നീ അല്ലാതെ പിന്നെ വേറെ ആരാ വരുന്നേ? അതെ, എന്നാത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നേ? ചെറുക്കനെ കൊണ്ടൊരു പെണ്ണൊട്ട് ചൂടായോ?
അതെങ്ങനെയാ അവന്റെ വാലെ തൂങ്ങി കുഞ്ഞുനാള് മുതൽ ഒരുത്തിയങ്ങ് നടക്കല്ലേ? ആണോ? എന്നാ പിന്നെ വാലെ തൂങ്ങിയും കെട്ടാൻ പറ. എന്നാത്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? പിന്നില്ലേ സാറാമേ, കുറച്ച് വീട്ടിലിരുന്ന് മെഗാ സീരിയലൊക്കെ കാണണം കേട്ടോ. അതെന്തോന്നിനാ? എന്നാലല്ലേ കുറച്ച് അമ്മായിമ്മ പോരൊക്കെ പഠിച്ച ഒരു ഓളമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടില്. ഒന്ന് പോടി അവിടുന്ന്. ആ ചായ ഇട്ട് തരാം. അതെ അതെ, നമ്മുടെ നന്മമാരെ എവിടെ? ആ പുൽപ്പാറയിൽ ജീപ്പും കൊടുത്തേച്ചിങ് വന്നതായിരുന്നു. കഞ്ഞിയും കുടിച്ചിരുന്നപ്പോ ആരോ ഫോൺ ചെയ്തു, ചാടി അങ്ങ് പോണതും കണ്ടു. അതല്ലേലും നമ്മുടെ ചെക്കന് നമ്മളെക്കാളും വലിയ നാട്ടുകാരാണല്ലോ. ഇതിപ്പോ എന്താണോ പുതിയ കുരിശ്? എന്നതാ കുഞ്ഞുവന്റെ തീരുമാനം? നീ ഇങ്ങനെ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന എങ്ങനെ കുഞ്ഞോനെ? ഒരു കൊള്ളാവുന്ന സ്കൂളിൽ, അതും ഹയർ സെക്കൻഡറിയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണമെന്നാ? നിന്റെ വീടും പറമ്പും വിറ്റാ പോലും അതിന് തികയത്തില്ല, അറിയോ? ഇച്ചാൻ അറിയാലോ, തലയിലെടുത്ത പൊന്താത്ത കടങ്ങളും ഒരു കുടുംബം എന്നെ ഏൽപ്പിച്ചിട്ടാ അപ്പച്ചൻ പോയത്. ഞാനും എൻ്റെ അമ്മച്ചിയും കഷ്ടപ്പെട്ടിട്ടാ ആ കടങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിനിടയിൽ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ കുത്തിയിരുന്ന് പഠിച്ചതായി ചായ. എനിക്കൊരു അധ്യാപകനാവണം. എനിക്ക് വിശ്വാസമുണ്ട് ചായ, ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. PSC വഴിയല്ലേ ഒലത്തും, വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കളയാനായിട്ട്. അതുപോട്ടെ. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചത് ആൻസിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ. നമ്മുടെ അപ്പന്മാര് തമ്മിൽ പണ്ടൊരു വാക്ക് പറഞ്ഞു എന്നുള്ളത് നേരാ. അത് മനസ്സിലിട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് അടുത്തിടപഴകുന്നുള്ളത് നേരാ. എന്ന് വെച്ച് കുഞ്ഞോനെ, അവക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്. അവർ അമേരിക്ക സെറ്റിൽഡാ. ഇവിടെ നിന്റെ ആ ഫ്രെഡിയുടെ ഒക്കെ ഇടയിൽ നിന്ന് പോയി എന്റെ കൊച്ചെങ്കിലും കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ. കുഞ്ഞോനെ, നീ വിവരമുള്ളവനാ. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. സെന്റിമെന്റ്സ് ഇട്ട് പുഴുങ്ങിയ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ആർക്കും. അത് നീ ഓർക്കണം. ഇത് ഇച്ചാന്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. കുഞ്ഞുവന് ബേബിച്ചന്റെ തോട്ടത്തിലെ പണിക്ക് വന്ന 2 ബംഗാളി ലേബേഴ്സ് തരാന്ന് ബേബിച്ചൻ പറഞ്ഞു. അവർക്കുള്ള ബാറ്റായും ഫുഡും പിന്നെ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾ വാങ്ങാനുവേ ജസ്റ്റ് 25,000, 20,000 രൂപ നിങ്ങൾ പിരിച്ചു തന്നാൽ മൈ ലൈഫ് ഹാപ്പി. യു നോ. ഒന്ന് പോയേ. ഓ മനുഷ്യൻ ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാ. സോറി, യു പ്ലീസ് കാരി വുമൻ. ഹൈ സോറി, ഐ ആം വെയിറ്റിംഗ് മൈ മീൻകുളം. യെസ്, ഐ ആം വിഷ്ണു. You fish tag. Fish tag is Praji. Oh, my father is too. Is fish tag. Okay.